بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد അബ്ദുല്ലാ ഇബ്നു അബ്ദുറഹീം അൽ ബുഖാരി അദ്ദേഹത്തിൻ്റെ മാഹിയ സലഫിയ എന്ന ഗ്രന്ഥമാണ് നമ്മൾ വായിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ആരാണ് സലഫ്, നമ്മൾ ആരാണ് പിൻപറ്റേണ്ടത്, ആ പിൻപറ്റപ്പെടാനുള്ള അവർക്കുള്ള യോഗ്യത എന്തെന്ന് പറഞ്ഞു. ഖുർആനോടും സുന്നത്തിനോടും അതേപോലെ തന്നെ അത് സഹാബാക്കളെ മനസ്സിലാക്കിയ രൂപത്തിൽ ആരാണോ മനസ്സിലാക്കുന്നത് അവരാണ് നമ്മുടെ സലഫുകൾ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ സലഫു സാലിഹ്യങ്ങൾ, സഹാബാക്ക് ശേഷമുള്ളവർ, അവരിൽ നാം പിൻപറ്റുന്ന ഒരു സലഫുകൾ, അവർക്ക് മൊത്തത്തിൽ പറയുന്ന പേരുകൾ. സാധാരണ നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയും. അതിനുശേഷം ധാരാളം പേരുകളിൽ അവർ അറിയപ്പെട്ടിട്ടുണ്ട്. നമുക്കത് വായിക്കാം. الناظر في كلام عدد من أهل العلم يجد أنهم استخدموا أسماء أخرى. ഉലമാക്കളുടെ വാക്കുകളിൽ, അവരുടെ കിതാബുകളിൽ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് കുറേ പേരുകൾ ഇവരെ സംബന്ധിച്ച് പറയുന്നതായിട്ട് കാണാൻ കഴിയും. അഹ്ലുസുന്ന എന്ന് പറയും, അതുപോലെ തന്നെ അഹ്ലുൽ ഹദീസ്, അഹ്ലുൽ അഥർ, വൽ ഫിർഖത്തുൻ നാജിയ, അത്വായിഫത്തുൽ മൻസൂറ, അൽ ഖുറബാ എന്നീ പേരുകളിലൊക്കെ സലഫു സാലിഹ്യങ്ങൾ അറിയപ്പെട്ടിട്ടുണ്ട്. ആ ഓരോ പേരിനും ആ പേര് വിളിക്കപ്പെടാനുള്ള കാരണങ്ങളുണ്ട്. അതാണ് ഇന്ന് പറയുന്നത്. ഫമിൻ തിൽക്കൽ മുസമ്മയാത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅ, അതാ സലഫുകൾ അറിയപ്പെടുന്ന പേരുകൾ. ഒന്നാമത്തത് ഫഅമ്മ അത്തസ്മിയത്തു ബി അഹ്ലിസുന്നത്തി വൽ ജമാഅ, അവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. എന്തുകൊണ്ടാണ് ആ രീതിയിൽ അവർ വിളിക്കപ്പെടുന്നത്? ഫയഖൂലുൽ ഇമാം സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാഹ് ഇദാ ബലഗക അൻ റജുലിൻ ബിൽ മശ്രിഖി സാഹിബി സുന്നത്തിൻ, അതേപോലെ തന്നെ വആഖറു ബിൽ മഗ്രിബി, ഭൂമിയുടെ ഏത് ഭാഗത്താണെങ്കിലും അഹ്ലുസുന്ന എന്നറിയപ്പെടുന്ന ആരെങ്കിലും നിനക്ക് കാണുകയാണെങ്കിൽ ഫബഅസ് ഇലൈഹിമാ ബിസ്സലാം, നീ അവരിലേക്ക് നിന്റെ സലാം എത്തിക്കുക. വദ്ഉ ലഹുമാ, നീ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. കാരണം മാ അഖല്ല അഹ്ലുസുന്നത്തി വൽ ജമാഅ, ഖിയാമത്ത് നാളോട് അടുക്കും തോറും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആൾക്കാർ കുറഞ്ഞുകൊണ്ടിരിക്കും. സാധാരണ നമുക്ക് പരിചയം എന്താണ്? നമ്മളൊരു നല്ല ടീം ഒരു വളരുക എന്നുള്ളത് നല്ലതായിട്ട് നമ്മൾ കാണുക. പക്ഷെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആൾക്കാർ കാലം അധികരിക്കും തോറും വർദ്ധിക്കും തോറും കുറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. കാരണം ഖിയാമത്ത് നാൾ അടുക്കും തോറും ഫിത്നകൾ വ്യാപിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂമു സ്സാഅതു, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല, ഹത്താ യുഖ്ബദൽ ഇൽമു, ഇൽമു ഉയർത്തപ്പെടുന്നത് വരെ, വതൽഹറുൽ ഫിതനു, ഫിത്നകൾ വ്യാപിക്കുന്നത് വരെ, പ്രകടമായിട്ട് ഫിത്നകൾ വ്യാപിക്കും. അപ്പം ഖിയാമത്ത് നാൾ അടുക്കും തോറും ഫിത്നകൾ അധികരിക്കുകയാണ്. ദീനിൻ്റെ വിഷയത്തിലാണെങ്കിലും ദുനിയാവിൻ്റെ വിഷയത്തിലാണെങ്കിലും ഏത് മേഖലയിലും ഇസ്ലാമിൽ നിന്നും യഥാർത്ഥ സുന്നത്തിൽ നിന്നും പിറകോട്ട് പോകുന്ന രീതിയിൽ ഫിത്നകൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഖിയാമത്ത് നാൾ അടുക്കും തോറും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആൾക്കാർ കുറഞ്ഞുകൊണ്ടിരിക്കും. അല്ലാതെ ആൾക്കാർ ഇങ്ങനെ കൂടിക്കൂടി വരികയല്ല. അതാണ് സുഫിയാൻ റഹ്മത്തുള്ളാഹി അദ്ദേഹം പറഞ്ഞത്, ഭൂമിയുടെ ഏതെങ്കിലും ഭാഗത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ അവർക്ക് സലാം എത്തിക്കുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. കാരണം അവർ മാ അഖല്ല അഹ്ലുസുന്നത്തി വൽ ജമാഅ, ആ കാലഘട്ടത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് വളരെ കുറവായിരിക്കും. ഇപ്പോൾ ഇദ്ദേഹം അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പേരെടുത്ത് പറഞ്ഞു. പണ്ഡിതന്മാരുടെ വാക്കുകൾ നമുക്ക് എന്ത് ചെയ്യാം? അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പേര് കാണാം. ആ ഉദ്ദേശിക്കുന്നത് ആരാണ്? നമ്മുടെ നാട്ടിൽ അഹ്ലുസുന്ന നടക്കുന്ന ആൾക്കാരല്ല.
നമ്മുടെ നാട്ടിൽ അഹ്ലുസുന്നത്തുൽ ജമാഅത്ത് എന്ന് പറഞ്ഞ് ഭയങ്കര സംഭവമായിട്ട് പറഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ട്. അഹ്ലുസുന്നത്തിൽ യാതൊരു ബന്ധം അവർക്കില്ല, സുന്നത്തുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ സുന്നത്തിൻ്റെ ആൾക്കാരാണ്, സലഫു സാലിഹ്യങ്ങളായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാരാണ് അവർ. പക്ഷെ അവർ ചേർക്കുന്നത് അവരിലേക്കാണ്. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, ആരാണ് സലഫു സാലിഹി. ആ സലഫു സാലിഹ്യങ്ങൾക്ക് പറയുന്ന പേരാണിത്. അപ്പോൾ ആ സലഫു സാലിഹ്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ 3 വിശേഷണങ്ങൾ, ഖുർആനോട് യോജിക്കും, സുന്നത്തിനോട് യോജിക്കും. ഇത് രണ്ടും സലഫുകൾ, സഹാബാക്കൾ എങ്ങനെയാണോ മനസ്സിലാക്കിയത് അത് മനസ്സിലാക്കും. അവരാണ് സലഫുകൾ, അവർക്കാണ് അഹ്ലുസുന്നത്തുൽ ജമാഅത്ത് എന്ന് പറയുന്നത്. وقال شيخ الإسلام أحمد بن عبد الحليم بن تيمية الحراني رحمه الله في الاستقامة. ابن تيمية رحمه الله അദ്ദേഹം الاستقامة എന്ന അദ്ദേഹത്തിൻ്റെ കിതാബിൽ പറയാണ്, والبدعة مقرونة بالفرقة. ബിദ്അത്ത് എന്നുള്ളത് ഫുർഖത്തിലേക്കാണ് ചേർക്കപ്പെടുക, കക്ഷികളായിരിക്കും. ബിദ്അത്തിന് ഓരോ കക്ഷികളുണ്ടാവും. അഹ്ലുസുന്നത്തുൽ ജമാഅത്ത് ഒന്നേ ഉണ്ടാവും. ഓരോ ഇപ്പോൾ അഹ്ലുസുന്നത്തുൽ ജമാഅത്താണ് അസ്ല്. അതിൽ നിന്നും ഓരോ കക്ഷികൾ വിഘടിച്ച് പോവാണ്. ഓരോ അഭിപ്രായങ്ങൾ പറയും, ഓരോ ബിദ്അത്തുകൾ ഉണ്ടാക്കും. അവർ ആ ബിദ്അത്തിലേക്ക് ചേർക്കപ്പെട്ടിട്ട് അവർ അഹ്ലുസുന്ന എന്ന് പുറത്താവും. സഹാബാക്കളായിരുന്നു, സഹാബാക്കളിൽ നിന്ന് ദീൻ പഠിച്ച താബിഈങ്ങൾ, ആ സഹാബാക്കളിൽ നിന്ന് മാറിയ ഒരു വിഭാഗം ഖവാരിജികൾ, പിന്നെ മുഅ്തസിലാക്കൾ, ഷിയാക്കൾ, ഖദരിയാക്കൾ, ജബരിയാക്കൾ, മുർജിയാക്കൾ, അങ്ങനെ ഓരോ വിഭാഗം അതിൽ നിന്നും കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അവ ബിദ്അത്ത് എന്നുള്ളത് ഫുർഖത്താണ്, കക്ഷികൾ അധികരിച്ചുകൊണ്ടേയിരിക്കും. കമാ അന്ന സുന്നത മഖ്റൂനത്തുൻ ബിൽ ജമാഅ. പക്ഷെ സുന്നത്ത് ചേർക്കപ്പെടുന്നത് ജമാഅത്തിലേക്കാണ്, അഥവാ അഹ്ലുസുന്നത്തി വൽ ജമാഅ. അവരെപ്പോഴും ഒറ്റക്കെട്ടായിരിക്കും. കാരണം അവർക്കെന്തില്ല, വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവില്ല. അഖീദയിലും അടിസ്ഥാന വിഷയങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ അവർക്ക് ഉണ്ടാവില്ല. കാരണം അവരുടെ അടിസ്ഥാനം എന്താണ്? ഖുർആനും സുന്നത്താണ്. ഖുർആൻ ഒരിക്കലും അടിസ്ഥാന വിഷയങ്ങളിൽ എതിരഭിപ്രായങ്ങളുണ്ട്, എതിരഭിപ്രായങ്ങൾ ഉണ്ടാവില്ല. ഖുർആനിലും സുന്നത്തിനും 2 എതിരഭിപ്രായങ്ങൾ ഉണ്ടാവില്ല അടിസ്ഥാന വിഷയങ്ങളിൽ. അതുകൊണ്ട് തന്നെ അടിസ്ഥാന വിഷയങ്ങളിൽ അഹ്ലുസുന്ന എന്നും ഒന്നായിരിക്കും. കാരണം അവരുടെ അടിസ്ഥാനം എന്താണ്? ഖുർആനും സുന്നത്താണ്, അതിലൊന്നേ ഉണ്ടാവും. പക്ഷെ അഹ്ലുൽ ഫുർഖത്ത്, അഹ്ലുൽ ബിദ്അത്ത് അങ്ങനെയല്ല. അവർ ഓരോരുത്തർക്കും ബിദ്അത്ത് ഉണ്ടാക്കുന്നത് അവരുടെ സാഹചര്യവും അവരുടെ ഹവയും അനുസരിച്ചാണ് ബിദ്അത്ത് ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ ഓരോരുത്തരിലേക്കും അന്ന് ഉണ്ടാക്കുന്ന ബിദ്അത്തിൽ അവരിലേക്ക് ചേർക്കപ്പെടും. ഓരോരുത്തർ അവർക്ക് ഇഷ്ടമുള്ളത് പറയാൻ തുടങ്ങും. അപ്പോൾ അവർക്കനുസരിച്ച് എന്ത് ചെയ്യും? ഓരോ കക്ഷികളും ഉണ്ടായി വരും. ഇപ്പോൾ ഖവാരിജികളാണ് തുടക്കം. ഖവാരിജികളിൽ നിന്നാണ് മുഅ്തസിലിയാക്കളും ഖദരിയാക്കളും എല്ലാവരും അതിൽ നിന്നാണ് പിന്നെ പിരിഞ്ഞുണ്ടാകുന്നത്. കാരണം അവർ സുന്നത്തും അവരുടെ അഖീദ സ്വീകരിക്കുന്ന മനഹജായിട്ട് ഖുർആനെയും സുന്നത്തിനെയും നിന്ന് മാറ്റിയപ്പോൾ ഓരോരുത്തരുടെയും ഹവയായി. അവർക്ക് എന്താണോ തോന്നുന്നത് ആ രീതിയിൽ ഖുർആനെ വ്യാഖ്യാനിക്കാൻ തുടങ്ങി, ആ രീതിയിൽ ഹദീത്തുകളെ വ്യാഖ്യാനിക്കാൻ തുടങ്ങി. എന്നെ ഖിയാമത്ത് നാൾ വരെ എന്ത് ചെയ്യും? അവർ പിരിഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം അവർക്ക് അസ്ലില്ല, അടിസ്ഥാനമില്ല. അടിസ്ഥാനമുള്ളവർ എന്നും ഒറ്റക്കെട്ടായിട്ടുണ്ടാവും. وقال رحمه الله في موضع آخر كما في المجموع. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫതാവ എന്ന ഗ്രന്ഥത്തിൽ പറയാണ്, മുഅർരിഫൻ അഹ്ലുസുന്ന, അഹ്ലുസുന്ന ആരാണെന്ന് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നത്. ഖാല, അദ്ദേഹം പറഞ്ഞു, ഹും അൽ മുതമസ്സികൂന ബികിതാബില്ലാഹി വസുന്നത്തി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒറ്റ വാക്ക് പറഞ്ഞാൽ അവർ അഹ്ലുസുന്നത്തുൽ ജമാഅ എന്ന് പറഞ്ഞാൽ അൽ മുതമസ്സികൂന ബികിതാബില്ലാഹ്, അള്ളാഹുവിൻ്റെ കിതാബിനെ മുറുകെ പിടിക്കുന്നവരാണ്. വസുന്നത്ത് റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നവരാണ്. ഈ രണ്ടിനെ മുറുകെ പിടിക്കും. എങ്ങനെ? വമത്തഫഖ അലൈഹി സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. മുഹാജിരീങ്ങളും അൻസാറുകളും അടങ്ങുന്ന മുൻഗാമികൾ ഈ രണ്ടിനെയും എങ്ങനെയാണോ മുറുകെ പിടിച്ചത് ആ രീതിയിൽ മുറുകെ പിടിക്കും. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. എല്ലാവർക്കും തെളിവ് ഖുർആനാണ്, എല്ലാവർക്കും തെളിവ് ഹദീസാണ്. അല്ലേ? നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ ഷിയാക്കൾക്കും അള്ളാഹിൻ്റെ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് ദുആ ചെയ്യാനും തെളിവ് ഖുർആനാണ്, ഹദീസാണ്. പക്ഷെ എന്തില്ല, ഫഹ്മു സഹാബ അവർക്കില്ല. അവരോട് ഒരിക്കലും സലഫുകളായിട്ട് ചേർക്കപ്പെടില്ല അവർ. കാരണം ഈ ഖുർആൻ അനുസരിച്ച്, ഈ ഹദീസ് അനുസരിച്ചും സഹാബാക്കൾ എന്താണോ മനസ്സിലാക്കിയത്, സഹാബാക്കൾ എന്താണോ ചെയ്തത്, അവർക്ക് പിന്തലമുറക്കാരുള്ള സലഫുകൾ എന്താണോ ചെയ്തത്, അത് പറയാൻ അവർക്ക് കഴിയില്ല. ഖിയാമത്ത് നാൾ വരെ അവർക്കാവില്ല.
അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഒരു ഹദീസോതും ഒരു ആയത്തോതും അവരെന്താണോ അവൻ്റെ മനസ്സിൽ തോന്നിയത് ആ രീതിയിൽ അർത്ഥം വെക്കും. അടിസ്ഥാനമില്ലാത്തവരാണ്. അപ്പോൾ ഖുർആൻ, അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ ഖുർആനെ മുറുകെ പിടിക്കുന്നവർ, സുന്നത്തിനെ മുറുകെ പിടിക്കുന്നവർ. ഈ രണ്ടും മുഹാജിരികളും അൻസാറുകളും അടങ്ങുന്ന മുൻഗാമികൾ എങ്ങനെയാണോ മുറുകെ പിടിച്ചത് ആ രീതിയിൽ മുറുകെ പിടിക്കും. വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ, സഹാബാക്കളെ ഇഹ്സാനോടുകൂടി പിൻപറ്റിയവർ. സഹാബാക്കളുടെ കാലത്ത് അവരെങ്ങനെയാണോ കാണിച്ചു കൊടുത്തത് അതേ രീതിയിൽ പിൻപറ്റിയ താബിഈങ്ങളും അവരുടെ ശേഷമുള്ള തബഉ താബിഈങ്ങളും, അവരാണ് സലഫു സാലിഹീങ്ങൾ. അവർ ഈ ഖുർആനും സുന്നത്തിനെ എങ്ങനെയാണോ മനസ്സിലാക്കിയത് ആ രീതിയിൽ മനസ്സിലാക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. വഖാല ഐദൻ, അദ്ദേഹം വേറൊരു സ്ഥലത്ത് പറയാണ്, വമദ്ഹബു അഹ്ലുസുന്നത്തി വൽ ജമാഅത്തി ഖദീമുൻ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഈ കൂട്ടായ്മ ഖദീമുൻ, അത് വളരെ പഴയതാണ്. മഅറൂഫുൻ ഖബ്ല അൻ യഖ്ലുഖ അല്ലാഹു അബാ ഹനീഫത വമാലികൻ വശാഫിഈയ വഅഹ്മദ. അദ്ദേഹം 4 മദ്ഹബിൻ്റെ ഇമാമികൾ എടുത്തു പറയാണ്. ഇമാം ഷാഫി ജനിക്കുന്നതിന് മുമ്പേ അഹ്ലുസുന്നയുണ്ട്, ഇമാം അഹ്മദ് ജനിക്കുന്നതിന് മുമ്പേ അഹ്ലുസുന്നയുണ്ട്, ഇമാം അബൂ ഹനീഫ ഇമാം മാലിക്കും ജനിക്കുന്നതിന് മുമ്പേ അഹ്ലുസുന്ന ഈ ലോകത്തുണ്ട്. അതുകൊണ്ട് അഹ്ലുസുന്ന ആരിലേക്കാണ് ചേർക്കപ്പെടുക? അള്ളാഹിൻ്റെ റസൂലിലേക്കും സഹാബാക്കളിലേക്കും ചേർക്കപ്പെടുന്നതാണ്. മറ്റെല്ലാവരും ആരാണോ ബിദ്അത്ത് ഉണ്ടാക്കിയത് അവരിലേക്കാണ് ചേർക്കപ്പെടുക. ഫഇന്നഹു മദ്ഹബു സഹാബത്തി, അത് സഹാബാക്കളുടെ മദ്ഹബാണ്. അല്ലദീന തലഖൗ അൻ നബിയ്യിഹിം, അവരുടെ നബിയിൽ നിന്നാണ് ഈ മദ്ഹബ് അവർ സ്വീകരിച്ചത്, ഈ മൻഹജ് അവർ സ്വീകരിച്ചത്. വമൻ ഖാലഫ ദാലിക, ഈ വിഷയത്തിൽ ആരാണോ സഹാബാക്കൾക്കെതിരാകുന്നത്, അവരിൽ നിന്ന് പഠിച്ച താബിഈങ്ങൾക്കെതിരാകുന്നത്, സലഫുകൾക്കാരാണോ എതിരാകുന്നത്, കാന മുബ്തദിഅൻ ഇൻദ അഹ്ലി സുന്നത്തി വൽ ജമാഅ, അവൻ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അടുക്കൽ മുബ്തദിഅൻ. അപ്പോൾ അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന പേര് ഇമാമിങ്ങളുടെ കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. രണ്ടാമത്തെ പേരാണ് വ അമ്മ അത്തസ്മിയതു ബി അഹ്ലിൽ ഹദീസ് വ അഹ്ലിൽ അസർ. ഈ അഹ്ലു സുന്നത്തി വൽ ജമാഅ സലഫുകൾ അറിയപ്പെടുന്ന വേറൊരു പേരാണ് അഹ്ലുൽ ഹദീസ് അല്ലെങ്കിൽ അഹ്ലുൽ അസർ. ഫഹിയ മൗജൂദത്തുൻ കമാ ഖുൽതു ഫീ കലാമിൽ ഉലമാഇ, ഇമാമിങ്ങളുടെ ആലിമ്യങ്ങളുടെ കിതാബുകളിലും അവരുടെ സംസാരങ്ങളിലും വാക്കുകളിലും ഈ അഹ്ലുൽ ഹദീസ് എന്ന പേര്, അഹ്ലുൽ അസർ എന്ന പേര് നമുക്ക് കാണാൻ കഴിയും. കൽ ഇമാമി അഹ്മദ വൽ ബുഖാരി വഗൈരിഹിമ, ഇമാം അഹ്മദിൻ്റെ കിതാബുകളിൽ, ഇമാം അഹ്മദിൻ്റെ വാക്കുകളിൽ, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിയുടെ വാക്കുകളിൽ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, അഹ്ലുൽ ഹദീസ് എന്ന പേര് കാണാൻ കഴിയും. ഖാല ഇമാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് കമാ ഫിൽ മജ്മുഉൽ ഫതാവയിൽ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറയാണ്, മദ്ഹബു സലഫി അഹ്ലിൽ ഹദീസ് വസ്സുന്നത്തി വൽ ജമാഅ, സലഫുകളുടെ മദ്ഹബ് അവർ സ്വീകരിച്ചിരുന്ന നിലപാട് അഹ്ലുൽ ഹദീസ്, അഹ്ലുൽ ഹദീസിൻ്റെ നിലപാടാണ്. അതേപോലെ തന്നെ അഹ്ലു സുന്നത്തി വൽ ജമാഅ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ നിലപാടാണ്. രണ്ടും രണ്ട് പേരിൽ അറിയപ്പെടും. അഹ്ലുൽ ഹദീസ് എന്ന അഹ്ലു സുന്ന അറിയപ്പെടും. ثم ساق مذهبهم فسماهم بأهل الحديث والسنة والجماعة. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ അഖീദ എന്താണെന്ന് വിശദീകരിച്ചു. അവർക്കതിൽ അഹ്ലുൽ ഹദീസ് എന്ന് പേരും പറഞ്ഞു. وقال الإمام أبو حاتم الرازي, അബൂ ഹാത്തിം അർ-റാസി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാൻ, മിൻ അലാമത്തി അഹ്ലിൽ ബിദ്അ, ബിദ്അത്തിന്റെ ആൾക്കാരുടെ അടയാളം എന്നുള്ളത്, ഒരാൾ മുബ്തദിയാണോ അവർക്ക് അവതിൻ്റെ അടയാളമായിട്ട് അദ്ദേഹം പഠിപ്പിക്കുന്നത് അൽ വഖീഅതു ഫി അഹ്ലിൽ അസർ, അഹ്ലുൽ അസറിനോട്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനോട് വല്ലാത്ത ദേഷ്യമായിരിക്കും. ഏത് രീതിയിലാണോ അവരെ പ്രയാസപ്പെടുത്താൻ കഴിയുന്നത് ആ രീതിയിലൊക്കെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ അവർ പ്രയാസപ്പെടുത്തും, അഹ്ലുൽ അസറിനെ അവർ പ്രയാസപ്പെടുത്തും. അതാണ് ഒരു മുബ്തദിയുടെ അലാമത്ത്, അടയാളമായിട്ട് അദ്ദേഹം പരിചയപ്പെടുത്തിയത്. وأخرج الخطيب رحمه الله في شرف أصحاب الحديث. ഇമാം ഖതീബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ കിതാബ് ഷറഫു അഹ്ലുൽ ഹദീസ്, അഹ്ലുൽ ഹദീസിൻ്റെ പ്രത്യേകതകൾ എടുത്തു പറയുന്ന അദ്ദേഹത്തിൻ്റെ കിതാബ് അദ്ദേഹം പറയാണ്, ബിസനദിൻ സഹീഹിൻ അൻ അഹ്മദ് ബിൻ സിനാൻ അൽ ഖത്താൻ അന്നഹു ഖാൽ ലൈസ ഫിദ് ദുനിയ മുബ്തദിഉൻ ഇല്ലാ വഹുവ യുബ്ഗിദു അഹ്ലുൽ ഹദീസ്. ഈ ദുനിയാവിലൊരു മുബ്തദിഉം ഇല്ല, അവൻ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആൾക്കാരോട് ദേഷ്യം വെക്കാത്ത. എല്ലാ മുബ്തദിങ്ങൾക്കും
അഹ്ലുസുന്നൻ്റെ ആൾക്കാരോട് ദേഷ്യമായിരിക്കും, ഭയങ്കര വെറുപ്പായിരിക്കും. ഫൈദ ബിതദഅ അർറജുലു, ഒരു വ്യക്തി ഒരു ബിദ്അത്ത് ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ ഒരു ബിദ്അത്തിനെ പിൻപറ്റിയാൽ, സുന്നത്തിനെ ഒഴിവാക്കി ബിദ്അത്തിനെ അവൻ സ്വീകരിച്ചാൽ, നുസിഅ ഹലാവത്തുൽ ഹദീസ് മിൻ ഖൽബിഹി, അവൻ്റെ ഖൽബിൽ നിന്നും അവൻ്റെ ഹൃദയത്തിൽ നിന്നും ഹദീസിൻ്റെ മാധുര്യം എടുക്കപ്പെടുന്നതാണ്. പിന്നെ ഹദീസിൻ്റെ മാധുര്യം കിട്ടൂല. ഒരാളൊരു ബിദ്അത്ത് അവൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് എല്ലാ ബിദ്അത്തുകളും അവൻ്റെ ജീവിതത്തിലേക്ക് വരും. കാരണം ഹദീസ് സ്വീകരിച്ച് ഹദീസ് അമൽ ചെയ്യാനുള്ള ഒരു മാധുര്യം അവൻ്റെ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെടും. പിന്നെ അവർക്ക് ആരൊക്കെയോ പറയുന്നത് കേട്ട് ചെയ്യാൻ ഭയങ്കര ആവേശവും ഭയങ്കര ഇതായിരിക്കും. പക്ഷെ ഹദീസിൻ്റെ ആൾക്കാർ, അഹ്ലുൽ ഹദീസിൻ്റെ ആൾക്കാർ, സലഫുകൾ, അവർക്ക് ആര് പറഞ്ഞാലും ഖുർആനും സുന്നത്തുമല്ലാത്ത ഒരു കാര്യം അത് എത്ര വലിയ ആൾ പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും അവർക്കത് മനസ്സിനൊരു തഅ്സീറുണ്ടാക്കൂല. അത് എത്ര വലിയ കാര്യമാണെങ്കിലും അവർക്ക് മനസ്സിനൊരു ബഹുമാനം തോന്നൂല, അതിനോടൊരു ബഹുമാനം തോന്നൂല, അത് ഭയങ്കര സംഭവമാണെന്ന് തോന്നില്ല, അതിനോട് വെറുപ്പാണ് തോന്നുന്നത്, പുച്ഛാണ് തോന്നുന്നത്. അതാണ് സലഫുകളുടെ രീതി. ഒരാൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ഒരാൾ, സുന്നത്തനുസരിച്ച് ജീവിക്കുന്ന ഒരാൾ, അവന് സുന്നത്തിൽ പറയപ്പെട്ട അമലുകൾ ചെയ്ത് അതിൽ ഒതുങ്ങിക്കൂടുന്നു. പക്ഷെ ബിദ്അത്തിൻ്റെ ആളോ കുറേ അമലുകളുണ്ടാവും, അതെടുത്ത് പറയുകയും ചെയ്യും, ഇങ്ങനെയൊക്കെ ഉണ്ട്, നിങ്ങൾക്കൊന്നുമില്ല. അങ്ങനെ സാധാരണ പറയും നമ്മുടെ നാട്ടിലൊക്കെ, സ്വലാത്തില്ലാത്തവർ, ദിക്റില്ലാത്തവർ, അല്ലേ, കുറേ ഇബാദത്തുകൾ നമുക്കില്ലാത്തവരായി. കാരണം എന്തില്ല, അത് ഹദീസുകൾ ആ രീതിയിൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. എന്താണോ ഹദീസിലുള്ളത് അതനുസരിച്ച് ചെയ്യുന്നവർ, അവരെ വളരെ ലാഘവത്തോടെ നിസാരമായിട്ട് കാണാൻ ആര്, ബിദ്അത്തായിട്ട് കുറേ അമലുകൾ ഉണ്ടാക്കിയിട്ട് എന്തൊക്കെയോ ചെയ്ത് എന്ന് മനസ്സിൽ കരുതുന്നവർ, അവർ വെറും മനസ്സിൽ കരുതൽ മാത്രമാണ്. ഒരിക്കലും എന്തല്ല, ഈ അമലുകളൊന്നും നാളെ ആഖിറത്തിൽ അവർക്ക് ഒരു ഉപകാരം ചെയ്യില്ല, ഒരു ഉപകാരപ്പെടുകയും ചെയ്യില്ല. ഇമാം അൽ-ലാലക്കായി റഹിമഹുല്ലാഹ് വലിയ കിതാബുണ്ട്, ശർഹ് ഇഅ്തിഖാദ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങളൊക്കെ വളരെ വിശദമായ രീതിയിൽ ചർച്ച ചെയ്തൊരു കിതാബാണ്. അദ്ദേഹത്തിൽ പറയാണ്, ثم كل من اعتقد مذهبا فإلى صاحب مقالته التي أحدثها ينتسب. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് ശേഷം ആരൊക്കെ എന്തൊക്കെ ബിദ്അത്തുകൾ ഉണ്ടാക്കിയോ, എന്തൊക്കെ ഈ ബിദ്അത്തുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അമലുകളുമായിട്ട് മാത്രമുള്ള ബിദ്അത്ത് ഒരിക്കലും വരരുത്. നമുക്ക് ബിദ്അത്തിന് പരിചയം എന്താണ്, നമ്മുടെ നാട്ടിലെ ഷിയാക്കൾ ചെയ്യുന്ന, സമസ്തക്കാർ ചെയ്യുന്ന കുറേ അമലുപരമായ ബിദ്അത്തുകൾ. അതിനപ്പുറം ചിന്തകൾ ബിദ്അത്തായിട്ടുള്ളവരാണ് ഖവാരിജികൾ. ഖവാരിജികൾ മുബ്തദികളാണ്, മുഅ്തസിലാക്കൾ മുബ്തദികളാണ്. അവിടൊക്കെ ബിദ്അത്ത് ഇങ്ങനത്തെ ഒരു ബിദ്അത്ത് ഉണ്ടാക്കിയതല്ല, അവരുടെ ചിന്തകളായിരുന്നു ബിദ്അത്ത്. ഖുർആനും സുന്നത്തിനും യോജിക്കാത്ത രീതിയിൽ, സഹാബാക്കൾ മനസ്സിലാക്കാത്ത രീതിയിൽ അഭിപ്രായങ്ങൾ അവർ പറഞ്ഞു. രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കണം. അഖീദയിൽ പിഴവുള്ളവരാണ് അവർ അഖീദയിൽ എങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത് ആ രൂപത്തിലല്ല അവർ എന്ത് ചെയ്തത്, ഖുർആനെയും സുന്നത്തിനെയും മനസ്സിലാക്കിയത്. അവരുടെ അഭിപ്രായങ്ങളായിരുന്നു അവർക്ക്, ഓരോന്നിനും ഓരോ വീക്ഷണങ്ങൾ. നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ഓരോ അമലുകൾ ഇങ്ങനെ വിധത്തിൽ ഉണ്ടാക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഓരോ ബിദ്അത്ത് പുതുതായിട്ട് ഉണ്ടാക്കിയാൽ ആരാണോ ആ ബിദ്അത്ത് തുടക്കം കുറിച്ചത്, ഉണ്ടാക്കിയത്, ഫഇലൈഹി യൻതസിബു, ആ ബിദ്അത്തിൻ്റെ ആൾക്കാർ അവരിലേക്കാണ് ചേർക്കപ്പെടുക. അല്ലേ, നമ്മൾ ചരിത്രം പരിശോധിക്കാൻ മതി. ഓരോ ബിദ്അത്തും ഉണ്ടാക്കിയവർ അവരിലേക്കാണ് ചേർക്കപ്പെടുക, ആ വ്യക്തികളിലേക്കാണ് അവർ ചേർക്കപ്പെടുക. വഇലാ റഅയിഹി യസ്തനിദു, അവർ ആസ്വദിക്കുന്നത്, ആ ബിദ്അത്ത് സ്വീകരിക്കുന്നവർ, അതിനെ പിൻപറ്റുന്നവർ ആസ്വദിക്കുന്നത് ആ വ്യക്തിയെയാണ്, ആ വ്യക്തിയുടെ ചിന്തകളാണ്. ഒരാളൊരു പുതിയ ബിദ്അത്ത് ഉണ്ടാക്കിയാൽ, ഒരു പുതിയൊരു അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാക്കിയിട്ട് പുതിയ അഭിപ്രായം പറഞ്ഞു ദീനിൽ, അതിനെ പിൻപറ്റാൻ കുറേ ആൾക്കാർ, ഒരു നല്ലൊരു ഒരു ഭയങ്കര സംഭവമായിട്ട് ഒത്തിരി എന്ത് ചെയ്തു, ജനങ്ങൾക്കിടയിൽ പറഞ്ഞ് കാണിച്ചു കൊടുത്തു, ഇത് ഇങ്ങനെയാണ് ഒരു സംഭവം, പുതിയ സംഭവം. അത് കുറേ ആൾക്കാർ പിൻപറ്റി. ആ പിൻപറ്റിയ ആൾക്കാരൊക്കെ അവനെയാണ് ആസ്വദിക്കുക ആ വിഷയത്തിൽ. അവർക്ക് പുതുതായിട്ടൊരു ഇൽമില്ല, കാരണം അത് അവനുണ്ടാക്കിയതാണ്. അപ്പോൾ അവനിലേക്കാണ് അവർ ചേർക്കപ്പെടുന്നതും, അവനിലേക്കാണ് അവരുടെ അഭിപ്രായങ്ങൾ അവർ സ്വീകരിക്കുന്നതും അവനിലേക്കാണ്. അതുപോലെ തന്നെ ഇല്ലാ സാഹിബൽ ഹദീസ്, പക്ഷേ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അങ്ങനെയല്ല. ഫഇന്ന സാഹിബ മഖാലതിഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവരുടെ വാക്കുകൾ അത് റസൂലിൻ്റെ വാക്കുകളാണ്. അവർ പറയുന്ന വിശ്വാസം, അവർ ചെയ്യുന്ന അമലുകൾ ഒക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചേർക്കപ്പെടുന്നു. ഫഇലൈഹി യൻതസിബൂൻ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആൾക്കാർ ചേർക്കപ്പെടുന്നത് റസൂലുള്ളാഹിയിലേക്കാണ്.
വഇലാ ഇൽമിഹി യസ്തനിദൂൻ, അവർ തങ്ങളുടെ അഖീദകൾ സ്വീകരിക്കുന്നത്, തങ്ങളുടെ വിശ്വാസപരമായ കാര്യങ്ങളും ഇബാദത്തുകളും അവർ സ്വീകരിക്കുന്നത് റസൂലിൻ്റെ ഇൽമിൽ നിന്നാണ്, ഹദീസിൽ നിന്നാണ്, ഖുർആനിൽ നിന്നാണ്. വബിഹി യസ്തദില്ലൂൻ, അവർ തെളിവായിട്ട് സ്വീകരിക്കുന്നത് ഖുർആനും സുന്നത്തുമാണ്. വഇലൈഹി യഫ്സഊന വബിറഇഹി യഖ്തദൂൻ, ആ റസൂലിൻ്റെ അഭിപ്രായങ്ങൾ എന്താണോ, റസൂലിൻ്റെ വാക്കുകൾ എന്താണോ അതിലേക്കാണ് അവർ മടങ്ങുന്നത്. അവിടെ ആരെയും പേടിക്കാനില്ല, ഒരു വ്യക്തിയിലേക്കും ചേർക്കപ്പെടുന്നില്ല. സലഫുകളിലേക്കാണ് ചേർക്കപ്പെടുക, റസൂലിലേക്കാണ് ചേർക്കപ്പെടുക, സഹാബാക്കളിലേക്കാണ് ചേർക്കപ്പെടുക. അതിനിടയിൽ ആരും വരില്ല. അതൊക്കെ വ്യക്തമാണ്. കാരണം ഖുർആനും ഹദീസും ഖിയാമത്ത് നാൾ വരെ ഒരു കേടുപാടുമില്ലാതെ സംരക്ഷിക്കപ്പെടും. അള്ളാഹുവിൻ്റെ വാഗ്ദാനാണ്, അതിലൊരു കേടുപാടും വരില്ല. അതുപോലെ തന്നെ സഹാബാക്കളെ ഹദീസ് എങ്ങനെയാണ് മനസ്സിലാക്കിയത്, ഖുർആൻ എങ്ങനെയാണ് മനസ്സിലാക്കിയത്, ഖിയാമത്ത് നാൾ വരെ എന്ത് ചെയ്യും, നിലനിൽക്കും. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ ഏൽപ്പിച്ചത് സഹാബാക്കളെയാണ്. ആ സഹാബാക്കളാണ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും ഈ ദീൻ പരത്തിയത്. അതുകൊണ്ട് അവർ എന്നും അവശേഷിക്കും. അവരില്ലാത്തൊരു ദീൻ നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല, അതില്ല. നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങളാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സഹാബാക്കളെ സംബന്ധിച്ച് ഖുർആനിൽ പറഞ്ഞത് റളിയല്ലാഹു അൻഹും വറളു അൻഹു, അള്ളാഹു തൃപ്തിപ്പെട്ടവരാണ് അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടവരാണ്. അതുകൊണ്ട് സഹാബാക്കളില്ല, സഹാബാക്കളിലേക്കാണ് നമ്മൾ ചേർക്കപ്പെടുക, റസൂലിലേക്കാണ് നമ്മൾ ചേർക്കപ്പെടുക. വബിദാലിക യഫ്തഖിറൂൻ, അഹ്ലുസുന്നത്തുൽ ജമാഅത്തിൻ്റെ പ്രത്യേകത ഈ ഒരു കാര്യം കൊണ്ട് നമ്മൾ ആസ്വദിക്കുന്നത്, നമ്മൾ ചേർക്കപ്പെടുന്ന അല്ലാഹുവിൻ്റെ റസൂലിലേക്ക് ആയതുകൊണ്ട്. വബിഹി യഫ്തഖിറൂൻ, നമ്മളെന്ത് ചെയ്യും, അതുകൊണ്ട് അഹങ്കരിക്കും. നമുക്ക് അഹങ്കരിക്കാൻ അവകാശമുണ്ട്, നമുക്ക് മറ്റുള്ളവർക്ക് മുമ്പിൽ അഹങ്കരിക്കാൻ അവകാശമുണ്ട്. ഓരോ വിദാത്തിൻ്റെ ആൾക്കാരും അവരിലേക്ക് ചേർക്കപ്പെടും. നമ്മുടെ നാട്ടിലെ ഷിയാക്കൾ, സമസ്തക്കാർ, അവരുടെ അഖീദ അവരിൽ ചേർക്കപ്പെടില്ലേക്കാ. അവരുടെ അഖീദ ഒന്നുകിൽ മാതുരിദി അഖീദ അല്ലെങ്കിൽ അശ്അരി അഖീദ. ചോദിച്ചാൽ മതി അവരോട്, ഏതാണ് അഖീദ? അപ്പം പറയും ഒന്നുകിൽ അശ്അരി അഖീദ അല്ലെങ്കിൽ മാതുരിദി അഖീദ. ഫിഖ്ഹിൽ ഷാഫി മദ്ഹബ്. അപ്പോൾ അഖീദയിൽ അവർ മാതുരിദിയിലേക്കും അതുപോലെ ഇപ്പോൾ അബുൽ ഹസൻ അശ്അരിയിലേക്കാണ് അവർ ചേർക്കപ്പെടുക. അതിൻ്റെ അപ്പുറം അവർക്കില്ല. നമ്മളതോ അഹ്ലുസുന്നത്തുൽ ജമാഅ സഹാബാക്കളിലേക്കാണ് നമ്മൾ ചേർക്കുക, സഹാബാക്കൾ റസൂലിലേക്കാണ് നമ്മൾ ചേർക്കുക. നമുക്ക് തെളിവായിട്ട് ഹദീസുകളാണ്, ഖുർആനുകളാണ്. അവർക്ക് തെളിവായിട്ട് അവരുടെ ഇമാമികളുടെ ഖൗലുകളാണ്. വ്യത്യാസമാണത്. അവർ തെളിവായിട്ട് ഉദ്ധരിക്കുക, അവരുടെ ഇമാമികളുടെ കിതാബുകളെ ഉദ്ധരണികളാണ്, ഖൗലുകളാണ്. അവർ ഇമാമായിട്ട് സങ്കല്പിക്കുന്നവരുടെ അഭിപ്രായങ്ങളാണ് അവരുടെ തെളിവ്. പക്ഷെ നമ്മുടെ തെളിവോ, നമ്മൾ റസൂലിലേക്കാണ് ചേർക്കപ്പെടുന്നത്, സഹാബാക്കളിലേക്കാണ് ചേർക്കപ്പെടുന്നത്. നമ്മുടെ തെളിവ് ഖുർആനും സുന്നത്തും സഹാബത്തിൻ്റെ ഫഹ്മുമാണ്. وعلى أعداء سنته بقربهم منه يصولون, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിൻ്റെ ശത്രുക്കൾ, അവർക്കെതിരെ ആധിപത്യം ചെലുത്താൻ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന് കഴിയും. സുന്നത്തിനോട് ധിക്കാരം കാണിക്കുന്നവർ, സുന്നത്തിനോടുള്ള വെറുപ്പുള്ളവർ, അവർക്കെതിരെ ആധിപത്യം കാണിക്കാൻ അവർക്ക് കഴിയും. ഫമൻ യുവാസിഹിം ഫീ ശറഫി ദിക്രി, ഫമൻ യുവാസിഹിം, ആരാണ് അഹ്ലുസുന്നത്തുൽ ജമാഅത്തിനോട് സമമാവുക, ഫീ ഷറഫി ദിക്രി, ഷറഫിൽ, അവരുള്ള ആ നല്ല സ്ഥാനത്ത് അവരോട് യോജിക്കാൻ ഒരാൾക്കും കഴിയില്ല. അഹ്ലുസുന്നത്തുൽ ജമാഅത്ത് ദീനൊരു സ്ഥാനമുണ്ട്, ആ സ്ഥാനത്തിനോട് യോജിക്കാൻ മറ്റൊരു ബിദ്അത്തിന്റെ ആൾക്കാർക്കും കഴിയില്ല. അത്ര ഉയർന്ന സ്ഥാനത്താണ് അവരുള്ളത്. വയുബാഹിഹിം ഫീ സാഹത്തിൽ ഫഖ്രി വഉലുവിൽ ഇസ്മി, ആ പേരിൽ തന്നെ അവർക്ക് അഭിമാനിക്കാനുണ്ട്, അല്ലേ? നമ്മുടെ പേരിൽ തന്നെ, നാം ഏത് പേരിലേക്കാണ് ചേർക്കപ്പെടുന്നത് ആ പേരിൽ അഭിമാനിക്കാൻ നമുക്ക് അവകാശമുണ്ട്, വകയുണ്ട്. കാരണം നമ്മൾ അഹ്ലു സുന്നത്തുൽ ജമാഅ, സുന്നത്തിൻ്റെ ആൾക്കാരാണ്. മറ്റോരോ അഹ്ലുൽ അശ്അരി ചേർക്കപ്പെടും, അഹ്ലുൽ മാതുരിദി അല്ലെങ്കിൽ അഹ്ലുൽ മുഅ്തസില. അങ്ങനെ വ്യക്തികളിലേക്കും വ്യക്തികളുടെ അഭിപ്രായങ്ങളിലേക്കുമാണ് അവർ ചേർക്കപ്പെടുന്നത്. നമ്മൾ റസൂലിലേക്കാണ് ചേർക്കപ്പെടുന്നത്, സുന്നത്തിലേക്കാണ് ചേർക്കപ്പെടുന്നത്. ആ പേരിൽ തന്നെ നമുക്ക് അഭിമാനിക്കാൻ ഏറെയുണ്ട്. وقال شيخ الإسلام رحمه الله, ഷെയ്ഖുൽ ഇസ്ലാം പറയാണ്, വനഹ്നു, ഞങ്ങൾ, അഥവാ ലാ നഅനി ബി അഹ്ലിൽ ഹദീസിൽ മുഖ്തസിരീന അലാ സമാഇഹി ഔ കിതാബിഹി ഔ റിവായത്തിഹി,
നമ്മൾ അഹ്ലുൽ ഹദീസ് എന്ന് പറയുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ മറ്റൊരു പേരാണ് അഹ്ലുൽ ഹദീസ്, ഹദീസിൻ്റെ ആൾക്കാർ. ഈ അഹ്ലുൽ ഹദീസിൻ്റെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഹദീസ് കേൾക്കുക, ഹദീസ് പഠിക്കുക, ഹദീസ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക, അതിന് മാത്രം ചെയ്യുന്നവരല്ല. ബൽ നഅനി ബിഹിം, ഞങ്ങളെ അഹ്ലുൽ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൻ കാന അഹഖ ബിഹിഫ്ളിഹി വമഅരിഫതിഹി വഫഹ്മിഹി ളാഹിറൻ വബാതിന, ആ ഹദീസിനെ മനസ്സിലാക്കുകയും അതിനെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കി വത്തിബാഇഹി ബാതിനൻ വളാഹിറ, അതിനെ കൃത്യമായ രീതിയിൽ ഫോളോ ചെയ്യുന്നവർ, പിൻപറ്റുന്നവർ. വകദാലിക അഹ്ലുൽ ഖുർആൻ, അതേപോലെയാണ് അഹ്ലുൽ ഖുർആൻ. നമ്മുടെ നാട്ടിൽ ഒരു കുറച്ച് വിഭാഗം ആൾക്കാരുണ്ട് അഹ്ലുൽ ഹദീസ് എന്നറിയപ്പെടുന്നവർ. അവർ ഈ അഹ്ലുൽ ഹദീസ് അല്ല അഹ്ലുൽ ഖുർആൻ എന്നറിയപ്പെടുന്നവർ, ഹദീസിനെ നിഷേധിക്കുന്നവർ. അവർക്ക് ഹദീസ് ഇല്ല, ഖുർആനാണ് അവരുടെ പ്രമാണം, ഖുർആൻ അനുസരിച്ചാണ് അവർ ജീവിക്കുക. അവർക്ക് ഹദീസ് വേണ്ട, ഹദീസ് എന്ന് പറഞ്ഞൊരു സാധനമില്ല. അത് റസൂൽ, അത് ആരൊക്കെ ഉണ്ടാക്കിയതാണ്, കുറേ സനദും കുറേ പേരുകളും കുറേ ഇതൊക്കെ ആരൊക്കെ ഉണ്ടാക്കി വെച്ചതാണ്, പിൽക്കാലക്കാർ ഉണ്ടാക്കിയതാണ്. അങ്ങനെ അഭിപ്രായമുള്ള ഒരു വിഭാഗം ആൾക്കാരുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാനുള്ളത്, ഒന്ന്, അവർ ഈ പറയുന്ന ഖുർആൻ അവർക്ക് ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ നമ്മൾ നിലവിലുള്ള ഖുർആൻ ഉണ്ടല്ലോ, ഈ ഖുർആൻ അവരിലേക്ക് കിട്ടാൻ ഹദീസിൻ്റെ പിൻബലമില്ലാണ്ട് അവർക്ക് കിട്ടൂല. കാരണം 23 വർഷം കൊണ്ടാണ് ഖുർആൻ അവതരിച്ചത്, അല്ലേ? നമ്മൾ പഠിച്ചതാണ്. 23 വർഷം കൊണ്ടാണ് ഖുർആൻ അവതരിച്ചത്. ഖുർആൻ അവതരിക്കും ഓരോ സമയത്തും സാന്ദർഭികമായിട്ട് ഖുർആൻ്റെ ആയത്തുകൾ ഇറങ്ങും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കും, ഇന്ന ആയത്ത് ഇന്ന സൂറത്തിലായത്താണ്, ഇന്ന സൂറത്തിൽ ഇത്രാമത്തെ ആയത്താണ്. സഹാബാക്കൾ അത് രേഖപ്പെടുത്തും. അതുപോലെ തന്നെ ഖുർആൻ്റെ തർത്തീബ്, സൂറത്തിൻ്റെ തർത്തീബ്. ആദ്യമായിട്ട് അവതരിച്ച സൂറത്ത് ഏതാ? സൂറത്തുൽ അലഖ്. ഖുർആനിലുള്ള ആദ്യത്തെ സൂറത്തുൽ ഫാത്തിഹ. ഇതൊക്കെ സ്ഥിരപ്പെട്ടത് ഇന്ന് കാണുന്ന രീതിയിൽ ഖുർആൻ ക്രോഡീകരിക്കപ്പെടുന്നത് ഹദീസിൻ്റെ പിൻബലത്തിലൂടെയാണ്. ആ ഹദീസ് സ്വീകരിക്കാത്തവർക്ക് ഈ ഖുർആൻ സ്വീകരിക്കാൻ കഴിയില്ല. ഒരിക്കലും കഴിയുമോ? അത് വലിയ അബദ്ധമാണ്, വലിയ അപകടമാണ്. ഹദീസ് ഇല്ല, ഹദീസ് സ്വീകരിക്കാൻ പറ്റൂല, അതൊക്കെ പിൽക്കാലക്കാർക്ക് ആരൊക്കെ ഉണ്ടാക്കിയതാണെന്നൊക്കെ പറയുന്നവർ ഖുർആനെ സ്വീകരിക്കും. അവർക്ക് ഈ കിട്ടിയ ഈ ഖുർആൻ അത് സ്ഥിരപ്പെടണമെങ്കിൽ, അത് നമ്മളിലേക്ക് എത്തണമെങ്കിൽ ഈ ഹദീസിൻ്റെ പിൻബലമില്ലാതെ ഖുർആനിലേക്ക് നമ്മളിലേക്ക് എത്തൂല. അത് ആ ഒരു കാര്യം ഗൗരവത്തിൽ നാം തിരിച്ചറിയണം. ഖുർആനും സുന്നത്തും രണ്ടും ഒരേപോലെ മുറുകെ പിടിക്കുന്നവരെ സലഫുകളാവുകയുള്ളൂ. അഹ്ലുൽ ഹദീസ് കൊണ്ടുള്ള ഉദ്ദേശം അഹ്ലുൽ ഖുർആൻ, ഖുർആനും ഹദീസും മുറുകെ പിടിക്കുന്നവർ. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്, അല്ലാഹു പറഞ്ഞല്ലോ ഖുർആനിൽ. ഖുർആനെ സംബന്ധിച്ച് പറഞ്ഞത് അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്, അല്ലാഹുവാണ് ഏറ്റവും നല്ല സംസാരത്തെ നിങ്ങൾക്ക് അവതരിപ്പിച്ചത്. അവിടെ ഹദീസ് എന്ന വാക്കുണ്ട്. ആ ഹദീസ് കൊണ്ടുള്ള ഉദ്ദേശം ഖുർആനാണ്. അപ്പോൾ അഹ്ലുൽ ഹദീസ് എന്ന അറിയപ്പെട്ടാൽ അവൻ്റെ ഉദ്ദേശം എന്താണ്? അഹ്ലുൽ ഖുർആനും അഹ്ലുൽ ഹദീസും, ഹദീസും ഖുർആനെ മുറുകെ പിടിക്കുന്നതാണ്. തിരുണ്ടാവും. അപ്പോൾ അഹ്ലുൽ ഹദീസ് എന്ന് പറയുമ്പോൾ ഹദീസിൻ്റെ ആൾക്കാർ, ഖുർആനില്ല, ഹദീസ് മാത്രം എന്ന് മനസ്സിലാക്കരുത്. ആ അഹ്ലുൽ ഹദീസ് എന്ന പദത്തിൽ ഖുർആനും ഉണ്ട്, ഹദീസും ഉണ്ട്. അപ്പം ഉലമാക്കൾ, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ തെളിവെടുക്കുന്നത് ഈ ആയത്തിൽ നിന്നാണ്. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്, അവിടെ ഹദീസ് കൊണ്ട് ഉദ്ദേശം ഖുർആൻ. അപ്പം ഒരാൾ അഹ്ലുൽ ഹദീസ് എന്ന് പറയുമ്പോൾ അതിൽ എന്തുണ്ട്? ഖുർആനും ഉണ്ട്, സുന്നത്തും ഉണ്ട്. അടുത്ത് وأما التسمية بالفرقة الناجية والطائفة المنصورة. ഫിർഖത്തു നാജിയ, രക്ഷപ്പെട്ട വിഭാഗം, അങ്ങനെ പേരുണ്ട്. അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ഒരു പേരാണ് അൽ ഫിർഖത്തു നാജിയ, രക്ഷപ്പെട്ട വിഭാഗം. വത്തായിഫത്തുൽ മൻസൂറ, സഹായിക്കപ്പെടുന്ന വിഭാഗം. ഈ രണ്ട് പേരിലും അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് അറിയപ്പെട്ടിട്ടുണ്ട്. ഫഖദ് വറദ ദാലിക ഫിൽ ഹദീസ് ഷഹീർ ഹദീസുൽ ഇഫ്തിറാഖ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ തന്നെ ഈ പേര് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ബനി ഇസ്രായീല ഇഫ്തറഖത് അലാ 71 ഫിർഖ. ബനു ഇസ്രായേൽ 71 വിഭാഗമായിട്ട് വിഭജിച്ചു. 71 വിഭാഗങ്ങളെ കക്ഷികളായി തിരിഞ്ഞു അവർ. വ ഇന്ന ഉമ്മത്തി സതഫ്തരിഖു അലാ 72 ഫിർഖ. എൻ്റെ ഉമ്മത്ത് 72 വിഭാഗമായിട്ട് കക്ഷികളാകും.
കുല്ലുഹാ ഫിന്നാർ, എല്ലാ കക്ഷികളും നരകത്തിലാണ്. ഇല്ലാ വാഹിദത്തൻ, ഒന്നൊഴിച്ചു. വഹിയൽ ജമാഅ, അതെന്താണ്? അൽ ജമാഅ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താണത്, ആ ഒരു വിഭാഗം. ബാക്കി എല്ലാ വിഭാഗങ്ങളും എന്താണ്? നരകത്തിലേക്കുള്ളതാണ്. വഹുവ ഹദീസുൻ മശ്ഹൂറുൻ ഷഹീറുൻ സാബിതുൻ സഹീഹുൻ, ഇത് സഹീഹായി സ്ഥിരപ്പെട്ട അറിയപ്പെട്ട ഹദീസാണ്. ഖിലാഫൻ ലിമൻ ഔഹമ തദ്ഈഫഹു വകദാലിക വറദ ഫി ഹദീസ് മുആവിയ റളിയല്ലാഹു അൻഹും അല്ലദീ തഖദ്ദം. അതുപോലെ തന്നെ മുആവിയ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ലാ തസാലു ത്വാഇഫത്തുൻ മിൻ ഉമ്മത്തി മൻസൂരീന അലൽ ഹഖ്. ലാ തസാലു ത്വാഇഫത്തുൻ മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം ആൾക്കാർ ആയിക്കൊണ്ടേയിരിക്കും, മൻസൂരീന, സഹായിക്കപ്പെടുന്നവരായിക്കൊണ്ടേയിരിക്കും. അവർക്ക് എപ്പോഴും അല്ലാഹുവിൻ്റെ സഹായം ഉണ്ടാവും. അലൽ ഹഖ്, സത്യത്തിൻ്റെ മേൽ അവർ സഹായിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ അതാ അഹ്ലുസുന്ന സലഫുകൾ. അപ്പോൾ ഈ ഹദീസ് വെച്ചിട്ടാണ് എന്ത് ചെയ്ത് അത്വാഇഫത്തുൽ മൻസൂറ, സഹായിക്കപ്പെടുന്ന ഒരു വിഭാഗം ആൾക്കാരെന്ന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് പേര് കിട്ടിയത്. قال الحافظ اللالكائي في شرح أصول اعتقاد أهل السنة والجماعة. ഇമാം ലാലക്കായി റഹ്മഹുല്ലാ അദ്ദേഹത്തിൻ്റെ കിതാബ് പറയാണ്, ഫഹിയ അത്വാഇഫത്തുൽ മൻസൂറ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്നുള്ളത് അത്വാഇഫത്തുൽ മൻസൂറ, സഹായിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ്. വൽ ഫിർഖത്തുൻ നാജിയ, രക്ഷപ്പെടുന്ന ഒരു വിഭാഗമാണ്. വൽ ഉസ്ബത്തുൽ ഹാദിയ, സന്മാർഗം സിദ്ധിച്ച ഒരു കൂട്ടം ആൾക്കാരാണ്. വൽ ജമാഅത്തുൽ ആദില, നീതിപരമായിട്ട് ദുനിയാവിൽ ജീവിക്കുന്നവരാണവർ. അൽ മുതമസ്സികതു ബിസ്സുന്ന, സുന്നത്തിനെ മുറുകെ പിടിക്കുന്നവരാണ്. തഅമ്മൽ യാ റആകല്ലാഹു ഇലാ ഹാദിഹിൽ ഔസാഫിൻ നബീലത്തിൽ അദീമ. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയും നല്ല വിശേഷണങ്ങളുള്ളവർ, ഇത്രയും നല്ല വിശേഷണം, സഹായിക്കപ്പെടുന്നവർ, വിജയിച്ചവർ, സുന്നത്തിനെ മുറുകെ പിടിക്കുന്നവർ, ഖുർആനെ മുറുകെ പിടിക്കുന്നവർ, ഹിദായത്ത് ലഭിച്ചവർ, ഇതൊക്കെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പേരുകളാണ്. ആ പേരുകൾ പറയാനും അതിന് പിൻബലമുണ്ട്. വെറുതെ ആരൊക്കെ പേരുണ്ടാക്കിയതല്ല. പക്ഷെ ഈ അഹ്ലുസുന്നയിൽ നിന്നും സലഫുകളിൽ നിന്നും തെറ്റിയവർ അവരൊക്കെ ദലാലത്തിലാണ്. കുല്ലുഹാ ഫിന്നാർ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അവരൊക്കെ നരകത്തിലേക്കുള്ളതാണ്. വഖാല ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, ഇബ്നു തൈമിയ്യ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ അൽ അഖീദത്തുൽ വാസിത്തിയ്യ എന്നൊരു ചെറിയൊരു ഗ്രന്ഥമുണ്ട്, അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്തുകളുടെ അഖീദ വിശദീകരിക്കുന്ന ഗ്രന്ഥം. അതിൻ്റെ മുഖദ്ദിമിൽ അദ്ദേഹം തുടങ്ങാണ്, അമ്മാ ബഅദു ഫഹാദാ ഇഅ്തിഖാദുൽ ഫിർഖത്തിൻ നാജിയത്തിൽ മൻസൂറ. ഞാൻ ഈ പറയാൻ പോകുന്ന വിശ്വാസം ഇഅ്തിഖാദു അൽ ഫിർഖത്തിൽ നാജിയ, വിജയിച്ച കക്ഷികളുടെ വിശ്വാസമാണ്. അൽ മൻസൂറ, സഹായിക്കപ്പെടുന്ന. ഇലാ ഖിയാമിസ് സാഅത്തി, ഖിയാമത്ത് നാൾ വരെ സഹായിക്കപ്പെടുന്ന ഒരു വിഭാഗം ആൾക്കാരുടെ അഖീദയാണ് പറയാൻ പോകുന്നത്. അഥവാ അഹ്ലുസുന്നത്തി വൽ ജമാഅ, അവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഇമാം അൽ-ലാലക്കായി റഹ്മത്തുള്ളാഹി പറയാണ്, ഫി കിതാബിഹി അന്നാഫി മആരിജുൽ ഖുബൂർ എന്ന അദ്ദേഹത്തിൻ്റെ ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയാണ്, വഖദ് ജാഅ ഖബറുസ് സാദിഖിൽ മസ്ദൂഖ് അന്നൽ ഫിർഖത്തൻ നാജിയ ഹും മൻ കാന അലാ മിസ്ലി മാ കാന അലൈഹി ഹുവ വഅസ്ഹാബുഹു. വല്ലാത്ത വാക്കാണത്. അന്നൽ ഫിർഖത്തൻ നാജിയ, വിജയിച്ച കക്ഷികൾ എന്നാൽ ഹും അവർ, മൻ കാന അലാ മിസ്ലി മാ കാന അലൈഹി ഹുവ വഅസ്ഹാബുഹു, അല്ലാഹുവിൻ്റെ റസൂലും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബാക്കളും ഏത് നിലപാടിനാണോ നിലകൊണ്ടത് അതേ നിലപാടിൽ ഖിയാമത്ത് നാൾ വരെ നിലകൊള്ളുന്നവരാണ് അൽ ഫിർഖത്തുൻ നാജിയ, വിജയിച്ച കക്ഷികൾ. ആ തൗഫീഖ് കിട്ടാൻ അതോടെ എപ്പോഴും നിരന്തരമായിട്ട് ദുആ ചെയ്യണം. നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ മറ്റുള്ള ഇടപാടുകളിൽ, നമ്മുടെ അഖീദയിൽ, എല്ലാ മേഖലയിലും, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഈ ഒരു വിശേഷം നാം കാത്തു സൂക്ഷിക്കണം. അള്ളാഹുവിൻ്റെ റസൂലും അള്ളാഹിൻ്റെ റസൂലിൻ്റെ സഹാബാക്കളും ജീവിതത്തിൽ ഏതൊക്കെ വിഷയങ്ങളിൽ നിലപാടുകൾ എടുത്തിട്ടുണ്ടോ അതേ നിലപാടുകൾ എടുക്കാൻ നമുക്ക് കഴിയണം. ഏത് മേഖലയിലാണെങ്കിലും. നമ്മുടെ സലഫിയത്ത് എന്നുള്ളത് വെറും വിശ്വാസപരമായ കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സലഫിയത്തുണ്ട്, അല്ലേ? കാരണം റസൂലും സഹാബാക്കളും മനുഷ്യരായിട്ടാണ് ഈ ഭൂമിയിൽ ജീവിച്ചത്. സാധാരണ മനുഷ്യരായി സമൂഹത്തിൽ ഇടപഴകുന്നവരായിട്ട് സാധാരണ ഒരു മനുഷ്യർ ജീവിക്കുന്നവരാണ് ജീവിച്ചത്. അല്ലാതെ സന്യാസിമാർ പോലെ കാട്ടിൽ പോയിട്ട് ഒരു വിഭാഗത്തായിട്ട് ജീവിച്ചവരല്ല സഹാബാക്കൾ.
എല്ലാം ഒഴിവാക്കിയിട്ട് ഇബാദത്തിൽ മാത്രം പള്ളിയുടെ മൂലക്കിരുന്നവരെല്ലാം സഹാബാക്കൾ. അതെല്ലാം സഹാബാക്കളുടെ മാതൃക, അള്ളാഹിൻ്റെ റസൂലിൻ്റെ മാതൃക. അവർ സമൂഹത്തിൽ ഇടപഴകി, സമൂഹത്തിൽ പോകേണ്ടടുത്ത് പോയി, പറയേണ്ടടുത്ത് പറഞ്ഞ്, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത്, അങ്ങനെ സമൂഹത്തിൽ ഒരു വിഭാഗം ആൾക്കാരായി ജീവിച്ചവരാണ് സഹാബാക്കൾ. അപ്പോൾ ആ സമൂഹത്തിൽ ഇടപഴകി ജീവിക്കുമ്പോൾ ഏതൊക്കെ മേഖലകൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ടോ ആ മേഖലകളിലൊക്കെ സഹാബാക്കളുടെ നിലപാടുകൾ നാം സ്വീകരിക്കണം. എല്ലാവരും മാതൃകയുണ്ട്. അങ്ങനെ ദീനിൻ്റെ ചരിത്ര കുറച്ച് വിഷയങ്ങളിൽ മാത്രം സഹാബാക്കൾ മാതൃക, മറ്റുള്ള വിഷയങ്ങളിൽ തോന്നിയതുപോലെ അല്ലെങ്കിൽ നാട്ടാചാരം പോലെ അതില്ല. നാട്ടാചാരം എന്നുള്ളൊരു കാര്യം സലഫുകളുടെ ഇതിലില്ല. എന്താണോ സലഫുകൾ കാണിച്ചത് അതാണത്. നമുക്കതിൻ്റെ അപ്പുറം പറയാനില്ല. അത് മാത്രമേ ചെയ്യാനുള്ളൂ, അത് മാത്രമേ പറയാനുള്ളൂ. അടുത്ത് നോക്കും, വഅമ്മ തസ്മിയത്തു ബിൽ ഗുറബാ, നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ്. അൽ ഗുറബാ എന്ന പേരിൽ അഹ്ലു സുന്നത്തുൽ ജമാഅ അറിയപ്പെടും. അൽ ഗുറബാ, അപരിചിതത്വം, ആർക്കും പരിചയമില്ലാത്തൊരു വിഭാഗം. അങ്ങനെ പറയപ്പെടാൻ കാരണം ഫലാ യഖ്ഫാ അലാ സുന്നിയ്യിൻ ഹദീസുൽ ഗുറബാഇൽ മശ്ഹൂരി ഫി സ്വഹീഹ്. സഹീഹ ഹദീസ് സ്ഥിരപ്പെട്ട ഗുറബാഇൻ്റെ ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ബദഅൽ ഇസ്ലാമു ഗരീബ, ഇസ്ലാം ആരംഭിച്ചത് അപരിചിതമായിട്ടാണ്. അങ്ങനെ ആർക്കും മനസ്സിലാവാത്ത, ആരും ഉൾക്കൊള്ളാത്ത ഏതാനും കുറച്ച് ആൾക്കാർ മാത്രം ഉൾക്കൊണ്ട് ജീവിക്കുന്നതായിട്ടാണ് ഇസ്ലാം ആരംഭിച്ചത്, അല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 വർഷക്കാലം രഹസ്യമായിട്ട് പ്രബോധനം ചെയ്തു. വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നത്. പിന്നെയാണ് ഇസ്ലാം വ്യാപിക്കുന്നത്. അപ്പോൾ ഇസ്ലാം ആരംഭിച്ചത് കുറച്ച് ആൾക്കാരെ കൊണ്ടാണ്. വിരലിൽ എണ്ണാവുന്ന എത്ര ആൾക്കാർ അന്ന് മക്കത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 3 വർഷം ഉണ്ടായിട്ടുള്ളൂ. വസയഊദു ഗരീബ കമാ ബദഅ, ഇസ്ലാം എങ്ങനെയാണോ ആരംഭിച്ചത് അതേപോലെ ഇസ്ലാം പിന്നീട് ഈ ഇസ്ലാം കാണുന്ന ഇസ്ലാം അങ്ങനെ അയച്ചല്ലോ. എന്തെയും ആൾക്കാർക്ക് പരിചയമില്ലാത്ത, ആരും കൂട്ടിന് നിൽക്കാത്ത കുറച്ച് വിഭാഗം ആൾക്കാർ മാത്രം പിൻപറ്റി ജീവിക്കുന്ന അപരിചിതത്വമുള്ളൊരു കാലഘട്ടം ഇസ്ലാമിന് വരാനുണ്ട്. അതിപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? യഥാർത്ഥത്തിൽ എല്ലാ മേഖലയിലും ഇസ്ലാം ഫോളോ ചെയ്ത് എന്താണോ ഖുർആൻ പറയുന്നത്, എന്താണോ ഹദീസ് പറയുന്നത്, അതനുസരിച്ച് ജീവിക്കാൻ ഒരാൾ തീരുമാനിച്ചാൽ ഓൻ ആ നാട്ടിൽ നിന്നും എന്ത് ചെയ്യും? ഓനെ മാറ്റി നിർത്തും, അല്ലേ? ആ നാട്ടിലെ ആചാരങ്ങൾക്കെതിരായിട്ട് ഒരു വിവാഹം, നാട്ടിലെ പല ആചാരങ്ങളും വിവാഹത്തിൻ്റെ പേരിലുണ്ട്. ഒരാൾ തീരുമാനിക്കണം, അള്ളാഹിൻ്റെ റസൂല് വിവാഹം ചെയ്തിട്ടുണ്ട്, അള്ളാഹിൻ്റെ റസൂല് മക്കൾക്ക് വിവാഹം ചെയ്തു കൊടുത്തിട്ടുണ്ട്, സഹാബാക്കൾ വിവാഹം ചെയ്തിട്ടുണ്ട്, ആ രീതിയിലായിരിക്കും എൻ്റെ വിവാഹം അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ വിവാഹം എന്നൊരാൾ തീരുമാനിച്ച് ആ രീതിയിൽ ചെയ്താൽ ആ നാട്ടിൽ ഓനക്കൊരു പുള്ളി വന്നു, അല്ലേ? ഓൻ പിന്നെ ആ നാട്ടിൽ യോജിക്കാത്ത പുതിയൊരുത്തനാണ്. ഇസ്ലാം അങ്ങനെ വസയഊദു ഗരീബ, ഏതാനും ചില ആൾക്കാരിലേക്ക് ചുരുക്കപ്പെടുന്നതായിട്ട് മാറും ഇസ്ലാം. ഇസ്ലാമിൻ്റെ പ്രത്യേകതയാണത്. കാലം കൂടുന്തോറും ചുരുങ്ങി ചുരുങ്ങി വരും. ഫതൂബാ ലിൽ ഗുറബാഇ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ഒരു അവസ്ഥ വരുമ്പോൾ ആരാണോ ഇസ്ലാമായിട്ട് അറിയപ്പെടുന്നത് ആ ഏതാനും കുറച്ച് പേർ, ഫതൂബാ ലിൽ ഗുറബാ, ഗുറബായികൾക്ക് അവർക്ക് മംഗളാശംസകൾ, അവരുടെ റസൂൽ സ്വീകരിക്കാൻ വാ. ആ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവിടെ വരണം നിങ്ങൾ. ഫതൂബാ ലിൽ ഗുറബാ, ഒരാൾ തീരുമാനിക്കണം, ഇന്ന് ഞാൻ യഥാർത്ഥ സലഫിയായിട്ട് ജീവിക്കും. എന്താണോ റസൂൽ സഹാബാക്കൾ എങ്ങനെയാണ് ജീവിച്ചത് ആ രീതിയിലായിരിക്കും എൻ്റെ ജീവിതം, എൻ്റെ കുടുംബത്തിലുള്ള ഇടപാടുകൾ. അന്നോ മാറ്റി നിർത്തപ്പെടും. ആലോചിച്ച് നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ നാട്ടിൽ ഇതൊക്കെ സമൂഹത്തിൻ്റെ ഇത് യഥാർത്ഥ ദീനനുസരിച്ച് ആളെ ജീവിക്കാൻ തീരുമാനിച്ചാൽ നാട്ടിൽ നിന്ന് പുറത്താണ്. സമൂഹത്തിനോ വേണ്ടാത്തവനാണ്, അവൻ പഴകിയവനാണ്, ആർക്കും അവനെ അടുപ്പിക്കൂല, അവനെ മാറ്റി നിർത്തും എല്ലാ വിഷയങ്ങളിലും. അത് ഇസ്ലാമിൻ്റെ രീതിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കാലഘട്ടം വരാനുണ്ട്, അന്ന് ദീനനുസരിച്ച് ജീവിക്കുന്നവർ കൽ ഖാബിദി അലൽ ജംറ, തീക്കനൽ ഉള്ളം കയ്യിൽ പിടിക്കുന്നവരാണ് അവൻ്റെ ജീവിതം. വളരെ പ്രയാസമായിരിക്കും. തട്ടുമുട്ടില്ലാതെ ദീനനുസരിച്ച് ജീവിക്കുന്നവർ, ഒരു ഫിത്നയിൽ അകപ്പെടാതെ എല്ലാ ബിദഅത്തുകളിൽ നിന്നും ഫിത്നകളിൽ നിന്നും മാറി ദീനനുസരിച്ച് ജീവിക്കുന്നവൻ അവൻ്റെ ഉള്ളം കയ്യിൽ തീക്കനൽ വെച്ച് പിടിക്കുന്നവരാണ് അവൻ്റെ ജീവിതം. വളരെ പ്രയാസമായിരിക്കും, വളരെ ബുദ്ധിമുട്ടായിരിക്കും. സ്വന്തം കുടുംബക്കാരിൽ നിന്ന് കേൾക്കേണ്ടി വരും ആക്ഷേപങ്ങൾ, നാട്ടുകാരിൽ നിന്ന് കേൾക്കേണ്ടി വരും, സമൂഹത്തിൽ നിന്ന് കേൾക്കേണ്ടി വരും.
കൂട്ടുകാരിൽ നിന്ന് മാറ്റി നിർത്തപ്പെടും. അഥവാ ആരില്ലാത്തൊരവസ്ഥ അവൻ്റെ ജീവിതത്തിൽ വരും. ഇസ്ലാം ആ രീതിയിലാണ് ഇസ്ലാം ആരംഭിച്ചത്, ആ രീതിയിലേക്കാണ് ഇസ്ലാമിൻ്റെ മടക്കം. നമുക്ക് ചരിത്രങ്ങൾ അറിയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം തുടങ്ങി, ഓരോരോ സഹാബാക്കൾ മുസ്ലിമായി തുടങ്ങി. ആ സഹാബാക്കൾ ഏൽക്കേണ്ടുന്ന പ്രയാസം, മക്കത്ത് സഹാബാക്കൾ ഏൽക്കേണ്ടുന്ന പ്രയാസം, സഹാബാക്കളെ നാട്ടുകാർ ഉപരോധിച്ചു, പ്രയാസപ്പെടുത്തി, ബുദ്ധിമുട്ടിച്ചു. അതേ രീതിയിൽ ഇസ്ലാം അടങ്ങാണ്. ഒരാൾ യഥാർത്ഥ മുസ്ലിമായിട്ട് സലഫിയായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചാൽ അന്ന് സഹാബാക്കൾ എന്തൊക്കെ പ്രയാസങ്ങൾ അനുഭവിച്ചോ അതേ പ്രയാസങ്ങൾ ഇന്നും അവൻ അനുഭവിക്കേണ്ടി വരും. നമ്മുടെ ജീവിതത്തിലൊക്കെ അതൊക്കെ വളരെ കുറവാണ്. കാരണം എന്താ, നമ്മൾ അത്ര കണ്ടങ്ങ് സലഫ്യത്തിലേക്ക് പോയിട്ടില്ല. നമ്മൾ കുറേ കാര്യങ്ങളുണ്ട് അവിടെ ഇവിടെയും പഴയ നമ്മളെ ജാഹിലിത്ത് നമ്മുടെ മനസ്സിലുണ്ട്, നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ടാണ് ആ രീതിയിൽ പ്രയാസം നാം അനുഭവിക്കാതിരിക്കുന്നത്. എന്നാലും നമ്മുടെ നാട്ടിലിങ്ങനെ മാന്യമായിട്ട് ജീവിക്കാൻ കഴിയുന്നതും ആ സലഫ്യത്ത് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ്. യഥാർത്ഥ സലഫ്യത്തിലേക്ക് കിടന്ന് സഹാബാക്കളെ പോലെ ആയാൽ അന്ന് സഹാബാക്കൾ എന്തൊക്കെ പ്രയാസങ്ങൾ സഹിച്ചോ അതിന്നും നാം സഹിക്കേണ്ടി വരും. കാരണം ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ്. അപ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫതൂബാ ലിൽ ഗുറബ, അങ്ങനെ പ്രയാസം അനുഭവിക്കുന്നവർക്ക് മംഗളാശംസകൾ. അപ്പോൾ അൽ ഗുറബ എന്ന പേരിൽ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ അറിയപ്പെടും. ഖാല ഇമാം സുഫിയാൻ അത്തൗരി റഹിമഹുല്ലാ, അദ്ദേഹം പറയാണ്, ഇസ്തൗസൂ ബി അഹ്ലി സുന്നത്തി ഖൈറ, നിങ്ങൾ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിനോട് നല്ല രീതിയിൽ പെരുമാറണം. ഫഇന്നഹും ഗുറബാഉ, അവർ ഗുറബാക്കളാണ്, അവർ അപരിചിതമുള്ളവരാണ്. വളരെ കുറച്ച് നാൾ ആഖിറത്തിൽ അവരുണ്ടാവും. ഖിയാമത്ത് നാൾ അടുക്കുന്തോറും അവർ കുറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മുടെ ഇന്ന് ക്ലാസ് ആരംഭിക്കുമ്പോൾ ഫസ്റ്റ് പറഞ്ഞ കാര്യം അതാണ്. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ ഭൂമിയിൽ എവിടെയെങ്കിലും നീ കാണുകയാണെങ്കിൽ അവർക്ക് സലാം പറയണം. അവർ വളരെ കുറച്ചായിരിക്കും അവർ. ഖാല ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ ഫി മദാരിജ് സാലിഖീൻ, മദാരിജ് സാലിഖീൻ എന്ന ഗ്രന്ഥത്തിൽ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, ഷാരിഹൻ ഹദീസ് അൽ ഗുർബ, ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ പറയാണ്, വൽ മുഅ്മിനൂന ഫി അഹ്ലിൽ ഇസ്ലാമി ഗുറബ, അഹ്ലു ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ, ഇസ്ലാമിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ ഗുറബ വളരെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. വ അഹ്ലുൽ ഇൽമി ഫിൽ മുഅ്മിനീന ഗുറബ, അതേപോലെ തന്നെ മുസ്ലിമായിട്ട് കുറേ ആൾക്കാരുണ്ടാവും, ഇസ്ലാമിൻ്റെ ആൾക്കാരായിട്ട് കുറേ ആൾക്കാരുണ്ടാവും. അവരിൽ മുഅ്മിനീങ്ങൾ വളരെ കുറച്ചായിരിക്കും. അല്ലേ? ഇന്നങ്ങനല്ലേ? എല്ലാവർക്കും ഇസ്ലാമിക പേരാണ്, മുസ്ലിങ്ങളാണ്, പേരിന് എല്ലാവരും മുസ്ലിങ്ങളാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈമാനോടുകൂടി ജീവിക്കുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ. നമ്മുടെ ഈ നാട്ടിൽ നിന്ന് എടുത്ത് നോക്കിയാൽ പേരിന് മുസ്ലിങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. യഥാർത്ഥ ഈമാനുള്ളവരെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ വളരെ കുറച്ചായിരിക്കും. വഅഹ്ലുൽ ഇൽമി ഫിൽ മുഅ്മിനീന ഗുറബ, ആ മുഅ്മിനീങ്ങളിൽ ഇൽമുള്ളവരെ, ആ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഇൽമുള്ളവരെ തിരഞ്ഞെടുത്താൽ അവർ അതിലും കുറവായിരിക്കും, അവർ അതിൽ ഗുറബാക്കളാണ്. വഅഹ്ലുസ് സുന്നത്തിൽ ലദീന യുമയ്യിസൂനഹാ മിനൽ അഹ്വാഇ വൽ ബിദ്അഇ ഫീഹിം ഗുറബ, ആ ഇൽമുള്ളവരിൽ നിന്നും അതിൽ നിന്നും അഹ്ലുസ് സുന്നത്തിനെ മാത്രം മാറ്റിയെടുത്താൽ, അഹ്ലുൽ അഹ്വാഇനെയും അഹ്ലുൽ ബിദ്അത്തിനെയും ഒഴിവാക്കിയിട്ട് അഹ്ലുസ് സുന്നത്തിനെ മാത്രം മാറ്റിയെടുത്താൽ ഫഹും ഗുറബ, അവർ അതിനേക്കാൾ കുറവായിരിക്കും. അതാണ് അൽ ഗുറബ, ദീൻ ചുരുങ്ങിക്കൊണ്ടേയിരിക്കുന്ന അവസ്ഥ. വദ്ദാഊന ഇലൈഹ, ആ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിലേക്ക് ക്ഷണിക്കുന്നവർ, അതിലേക്ക് ദഅവത്തുകൾ ചെയ്യുന്നവർ. അസ്സാബിറൂന അലാ അദൽ മുഖാലിഫീൻ, അതിനെതിരായിട്ടുള്ളവരുടെ പ്രയാസങ്ങൾ ക്ഷമിക്കുന്നവരാണ്, സഹിക്കുന്നവരാണ്. ഹും അശദ്ദു ഹഉലാഇ ഗുർബതൻ, അവരാണ് ഈ പറയപ്പെട്ട വിഭാഗങ്ങൾ ഏറ്റവും വലിയ ഗുർബത്ത്, അപരിചിതത്വം അനുഭവിക്കുന്നവർ. ആ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിലേക്ക് ക്ഷണിക്കുന്ന പ്രബോധകന്മാർ, അവർ ഏൽക്കേണ്ടുന്ന പ്രയാസം ചില്ലറയല്ല. അവർ ഏൽക്കേണ്ടി വരുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതികഠിനമാണ്. അത് ക്ഷമിച്ച് അതിലേക്ക് ദഅവത്ത് ചെയ്യുന്നവർ, അവരാണ് ഏറ്റവും ഗുർബത്തുള്ളവർ. വലാകിൻ ഹഉലാഇ ഹും അഹ്ലുല്ലാഹി ഹഖ്ഖ, അവരാണ് അല്ലാഹുവിൻ്റെ ആൾക്കാർ, യഥാർത്ഥത്തിൽ അല്ലാഹുവിൻ്റെ ആൾക്കാർ അവരാണ്. ഫലാ ഗുർബത അലൈഹിം, അല്ലാഹുവിൻ്റെ അടുക്കൽ അവർക്ക് ഒരു കുറവുമില്ല, എല്ലാം ധാരാളം ഉണ്ടാവും. വഇന്നമാ ഗുർബതുഹും ബൈനൽ അക്സരീന അല്ലദീന ഖാല അല്ലാഹു ഫീഹിം വഇൻ തുതി അക്സറ മൻ ഫിൽ അർളി യുദില്ലൂക അൻ സബീലില്ലാഹ്. ഭൂമി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറയാണ്, ഈ കുറേ ആൾക്കാരെ കണ്ടിട്ട്, ആൾഭാരം കണ്ടിട്ട് അതിൽ നീ പെട്ടുപോകണ്ട, അതിന് കൂടെ യുദില്ലൂക അൻ സബീലില്ലാഹ്, അള്ളാഹിൻ്റെ മാർഗത്തിൽ നിന്ന് പറഞ്ഞ് നിന്നെ പിഴപ്പിച്ച് കളയും, തെറ്റിച്ച് കളയും. അതുകൊണ്ട് ആൾക്കൂട്ടം കണ്ടിട്ട് എവിടെയും പോകാൻ നിൽക്കണ്ട. ആൾക്കൂട്ടം ഇസ്ലാമിൻ്റെ തെളിവല്ല, ഇസ്ലാം നന്നായി എന്നതിൻ്റെ തെളിവല്ല ആൾക്കൂട്ടം എന്നുള്ളത്.
ഏറ്റവും കുറവുള്ളവരാണോ, ഖുർആനും സുന്നത്തും അനുസരിച്ച് അന്ന് സഹാബാക്കൾ ജീവിച്ചതിൽ ആരാണോ ജീവിക്കാൻ തയ്യാറുള്ളത്, അവരാണ് അഹ്ലു സുന്ന, അവരുടെ കൂടെ കൂടാണ്. അപ്പോൾ ഇതൊക്കെ വായിച്ചപ്പോൾ മനസ്സിലാകാം, യഥാർത്ഥത്തിൽ അന്ന് സഹാബാക്കൾ അനുഭവിച്ചത് ആരനുഭവിക്കേണ്ടി വരും? ഇന്ന് യഥാർത്ഥ സലഫിയായിട്ട് ജീവിക്കുന്ന ഒരാൾ അനുഭവിക്കേണ്ടി വരും. നമ്മളെല്ലാ മേഖല, ഇപ്പോൾ സാമ്പത്തിക മേഖല എടുത്തു നോക്കിയ എല്ലാ മേഖലയിലും പലിശ വന്നിട്ടുണ്ട്. ആ പലിശയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട ഒരാളിന്ന് ജീവിക്കാൻ തീരുമാനിച്ചാൽ അന്ന് സഹാബാക്കൾ ജീവിച്ചോളം ജീവിക്കേണ്ടി വരും. നമ്മുടെ നാട്ടിലെ ആചാരങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും ഫിത്നകളും അതിൽ നിന്നൊക്കെ ഒരാൾ മാറി യഥാർത്ഥ സുന്നത്തിൽ ജീവിക്കുന്ന ഒരാൾ തീരുമാനിച്ചാൽ അന്ന് സഹാബാക്കൾ മക്കത്ത് ജീവിച്ചോളം ജീവിക്കേണ്ടി വരും. അല്ലേ? നമ്മുടെ നാട്ടിലെ അവസ്ഥ ഇതാണ്. അപ്പോൾ അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് എന്ന ഈ പേരുകൾ അറിയപ്പെടുന്നവരാണ്. അവർ അറിയപ്പെടാൻ കാരണം നിങ്ങൾ ഓരോ ഹദീസുകളും ഇമാമികളുടെ ഖൗലുകളും ഇമാമിയുടെ കിതാബുകളും ഒക്കെ ഈ പേരുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് പറഞ്ഞാൽ റസൂലിനെ അംഗീകരിക്കുന്നത്, ഖുർആനും സുന്നത്തും അംഗീകരിച്ച് അത് സഹാബാക്കളും താബിഈങ്ങളും അഥവാ നമ്മുടെ സലഫുകൾ എങ്ങനെയാണോ മനസ്സിലാക്കിയത് ആ രീതിയിൽ മനസ്സിലാക്കുന്നവർ. അവർ അഹ്ലുൽ ഹദീസ് എന്ന പേരിൽ അറിയപ്പെടും, അഹ്ലു സുന്ന എന്ന പേരിൽ അറിയപ്പെടും, അൽ ഫിർഖത്തുൻ നാജിയ രക്ഷപ്പെട്ട ഒരു വിഭാഗം എന്ന പേരിൽ അറിയപ്പെടും, അത്വായിഫത്തുൽ മൻസൂറ സഹായിക്കപ്പെടുന്ന ഒരു വിഭാഗം എന്ന പേരിൽ അറിയപ്പെടും, അൽ ഖുറബാഉ അപരിചിതർ എന്ന പേരിലും അവർ അറിയപ്പെടും. അപ്പോൾ ആ ഒരു ഇത് കഴിഞ്ഞു. അടുത്ത തുടങ്ങുന്നത് ഹുക്മു ഇത്തിബാഇ വൽ ഇന്തിസാബി ഇല സലഫിയ്യ. സലഫിയത്തിലേക്ക് ചേർക്കപ്പെടുന്നതിൻ്റെ, അതിനെ പിൻപറ്റുന്നതിൻ്റെ ഹുക്ം എന്താണ്? ഒരാൾ സലഫിയത്തിലേക്ക് ചേർക്കപ്പെടുകയും അതിനെ പിൻപറ്റുകയും ചെയ്യുന്നു, അപ്പം അതിൻ്റെ ഹുക്ം എന്താണ്? അഖൂലു, അദ്ദേഹം പറയാണ്, കുല്ലു മുസ്ലിമിൻ യസ്തഖ്ബിലുൽ ഖിബ്ലത ലിയുസല്ലിയ ലില്ലാഹി ഫർളൻ ഔ നഫ്ലൻ ലാ ബുദ്ദ അൻ യഖറഅ ഫാത്തിഹത്തൽ കിതാബ്. നിസ്കരിക്കുന്ന, അള്ളാഹ്ക്ക് വേണ്ടി ഫർളോ നഫ്ലോ എന്ത് നിസ്കാരമാണോ നിസ്കരിക്കുന്നവൻ സൂറത്തുൽ ഫാത്തിഹ ഓതൽ അനിവാര്യമാണ്. വഹിയ റുക്നുൻ മിൻ അർക്കാനിസ് സ്വലാത്തി. ആ സൂറത്തുൽ ഫാത്തിഹ ഓതുക എന്നുള്ളത് നിസ്കാരത്തിൻ്റെ ഒരു റുക്നാണ്. വഫീഹാ ഖൗലുഹു തആല, അതിലൊരു വാക്കുണ്ട്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അള്ളാഹു നീ എന്നെ സിറാത്തുൽ മുസ്തഖീമിലേക്ക്, നമ്മൾ അർത്ഥം വെക്കുന്നത് നേരായ മാർഗ്ഗം, ചൊവ്വായ പാത, അല്ലേ? അങ്ങനെ അർത്ഥം വെക്കാം. ആ സിറാത്തുൽ മുസ്തഖീം നമുക്ക് നീ ഹിദായത്ത് നൽകണേ. അതായത് യത്ലുബു മിനല്ലാഹി, അവൻ അള്ളാഹുവിനോട് തേടാണ്, അൻ യഹ്ദിയഹു അസ്സിറാത്തുൽ മുസ്തഖീം, അവനെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് അള്ളാഹു നയിക്കണമെന്ന് അവൻ അള്ളാഹുവിനോട് തേടാണ്. ലാകിൻ മാ ഹുവ ഹാദ സിറാത്തുൽ മുസ്തഖീം, ഏതാണ് ഈ സിറാത്തുൽ മുസ്തഖീം? എന്താണത്? അല്ലദീ നത്ലുബുല്ലാഹ അൻ യഹ്ദിയനാ ഇലൈഹി. നിസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹയിൽ നാം നിരന്തരമായിട്ട് അള്ളാഹുവിനോട് ചോദിക്കുന്ന ഈ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം ഏതാണ്? അതാണ് മറുപടി പറയുന്നത്. അൽ ജവാബ് തഖാറബത് ഇബാറാത്തു അഹ്ലിൽ ഇൽമി ഫീ മഅനാഹു. സിറാത്തുൽ മുസ്തഖീം എന്ന പദത്തിന് ഉലമാക്കൾ കുറേ അർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വഖ്തസറഹു ലകൽ ഇമാം അബുൽ ആലിയ അർ-റിയാഹി റഹിമഹുല്ലാഹ് ഫഖദ് അഖ്റജൽ ഇമാം ഇബ്നു ജരീർ ഫി തഫ്സീർ ബിസനദിൻ ഹസൻ. ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ആയത്തിനെ വിശദീകരിച്ച് പറയാണ്, അന്ന ഹംസത്ത് ബിനുൽ മുഗീറ ഖാല സഅൽതു അബൽ ആലിയ അൻ ഖൗലില്ലാഹി തആല ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഹംസത്ത് ബിനുൽ മുഗീറ പറയാണ്, ഞാൻ അബുൽ ആലിയോട് ചോദിച്ചു ഈ ആയത്തിനെ സംബന്ധിച്ച്, ഈ ആയത്തിന്റെ വിശദീകരണം ചോദിച്ചു. ഖാല, അപ്പോൾ അബുൽ ആലിയ പറയാണ്, ഹുവ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് അള്ളാഹുവിൻ്റെ റസൂലാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിലാണ് ചോദിക്കുന്നതാണ്, അല്ലേ? അതല്ലാത്ത വേറൊരു മാർഗമുണ്ടോ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാണിച്ചെന്ന മാർഗമല്ലാത്തൊരു മാർഗം വിജയത്തിൻ്റെ മാർഗമില്ല. അള്ളാഹുവിലേക്ക് എത്താൻ ആ ഒരു മാർഗമല്ലാത്ത വേറൊരു മാർഗമില്ല. അപ്പം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നുള്ളത് നാം ചോദിക്കുന്നത് ത്വരീഖത റസൂലില്ല, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പാതയാണ് നാം ചോദിക്കുന്നത്, അള്ളാഹുവിൻ്റെ റസൂലിനെ നാം ചോദിക്കുന്നത്. വസാഹിബാഹു മിൻ ബഅദിഹി, അള്ളാഹുവിൻ്റെ റസൂലിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് സഹാബാക്കൾ അബൂബക്കറിൻ വ ഉമർ, അബൂബക്കറും ഉമറിൻ്റെയും മാർഗത്തിലാണ് നാം ചോദിക്കുന്നത്. ഖാല ഫഅതൈതുൽ ഹസന ഫഅഖ്ബർതുഹു ബിദാലിക്, അപ്പോൾ ഞാൻ ഇമാം ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹിയുടെ അടുക്കലേക്ക് വന്നു. അദ്ദേഹം പറയാണ്, ഹംസത്ത് ബിനുൽ മുഗീറ പറയാണ്, ഇമാം അബുൽ ആലി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഹസൻ്റെ അടുക്കലേക്ക് വന്നു, എന്നിട്ട് അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ പറഞ്ഞു.
എന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഫഖാല സദഖ വനസഹ. അബുൽ ആലിയ പറഞ്ഞത് സത്യമാണ്. അസ്സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ റസൂൽ, അള്ളാഹിൻ്റെ റസൂലിൻ്റെ മാർഗമാണ്, സഹാബാക്കളുടെ മാർഗമാണ്. അതുതന്നെയല്ലേ ഇതുവരെ നാം പറഞ്ഞു വന്നത്. അതാണ് അഹ്ലുസുന്നത്തുൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ റസൂലിൻ്റെയും സഹാബാക്കളുടെയും മാർഗം. അസ്സിറാത്തുൽ മുസ്തഖീം എന്ന് നമ്മൾ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന മാർഗം റസൂലിൻ്റെയും സഹാബാക്കളുടെയും മാർഗമാണ്. അതല്ലാത്ത വേറെ മാർഗമില്ലല്ലോ വിജയിക്കുന്നത്. തുരീദു അൻ യഹ്ദിയക അല്ലാഹു അസ്സിറാത്തുൽ മുസ്തഖീം. എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അള്ളാഹു നമ്മളെ എന്ത് ചെയ്യണം? സിറാത്തുൽ മുസ്തഖീമിലേക്ക് എത്തിക്കണം. അങ്ങനെയാണെങ്കിൽ നീ ചെയ്യേണ്ടത് എന്താണ്? ഫൽസം സുന്നത റസൂലില്ലാ, അള്ളാഹിൻ്റെ റസൂലിൻ്റെ സുന്നത്തിനെ നീ മുറുകെ പിടിക്കണം. വൽസം സുന്നത അസ്ഹാബിഹി, അള്ളാഹിൻ്റെ റസൂലിൻ്റെ സഹാബാക്കളെ സുന്നത്തിനെ നീ മുറുകെ പിടിക്കണം. വ തരീഖത അസ്ഹാബിഹി മിൻ ബഅദിഹി, അതേപോലെ തന്നെ സഹാബാക്കളുടെ മാതൃക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം സഹാബാക്കളുടെ മാതൃകയും അവർ കാണിച്ചുന്ന മാർഗത്തെ നീ മുറുകെ പിടിക്കണം. വഅലാ റഅസിഹിം, അവരിൽ മുൻപന്തിയിലാണ് അൽ ഖുലഫാ ഉർ റാഷിദൂൻ, സഹാബാക്കൾ മുൻപന്തിയിലാണ് ഖുലഫാ ഉർ റാഷിദൂൻ. വഅലാ റഅസിഹിം അബൂബക്കർ വ ഉമർ, ആ ഖുലഫാ ഉർ റാഷിദീനിൽ ഏറ്റവും മുൻപന്തിയിലാണ് ആര്? അബൂബക്കറും ഉമറും. അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം ചോദിക്കുമ്പോൾ എന്താണ് ചോദിക്കുന്നത്? എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം, സഹാബാക്കളുടെ മാർഗം. ഇതാണ് അഹ്ലുസുന്നത്തുൽ ജമാഅത്ത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അസ്സിറാത്തുൽ മുസ്തഖീം, അത് വിശദീകരണമാണ്. സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മാർഗം. ഒരു ഇമാമിൻ്റെ ഖൗലും കൂടി വായിച്ചു നിർത്താം. യഖൂലുൽ ഇമാം ഇബ്നു ഖുദാമ റഹിമഹുല്ലാ ഫീ കിതാബിഹി ദമ്മിത് തഅ്വീൽ. ഇബ്നു ഖുദാമ റഹിമഹുല്ലാ ദമ്മുത് തഅ്വീൽ എന്ന അദ്ദേഹത്തിൻ്റെ കിതാബിൽ അദ്ദേഹം പറയാം, ലിഅന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അല സിറാത്തുൽ മുസ്തഖീം. സിറാത്തുൽ മുസ്തഖീം എന്നുള്ളത് നമ്മുടെ അള്ളാഹുവിനോട് ആവശ്യപ്പെടാൻ കാരണം അത് അള്ളാഹിൻ്റെ റസൂലിൻ്റെ മാർഗമാണ്. ഫസാലിക്കു സബീലിഹി സാലിക്കു സിറാത്തല്ലാഹിൽ മുസ്തഖീം. അപ്പോൾ ആരാണ് അള്ളാഹിൻ്റെ റസൂലിൻ്റെ മാർഗം സ്വീകരിച്ചവർ, റസൂലിൻ്റെ സുന്നത്തിനെ സ്വീകരിച്ചവർ, എല്ലാ മേഖലയിലും അള്ളാഹിൻ്റെ റസൂലിനെ മുൻനിർത്തി ആരാണോ അങ്ങനെ ജീവിക്കാൻ തീരുമാനിക്കുന്നവൻ, സാലിക്കുൻ സിറാത്തല്ലാഹിൽ മുസ്തഖീം, അവൻ അള്ളാഹുവിൻ്റെ സിറാത്തുൽ മുസ്തഖീമിൽ പ്രവേശിക്കുന്നവനാണ്. അവരാണ് സിറാത്തുൽ മുസ്തഖീം ഉള്ളത്. ലാ മഹാല, ഒരു സംശയം അതിൽ വേണ്ട. അള്ളാഹിൻ്റെ റസൂലിനെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹിൻ്റെ റസൂലിനെ സ്വീകരിക്കുന്നവൻ, അള്ളാഹിൻ്റെ റസൂലിൻ്റെ മാർഗം സ്വീകരിക്കുന്നവൻ, സുന്നത്തിനെ സ്വീകരിക്കുന്നവൻ, അവനാണ് സിറാത്തുൽ മുസ്തഖീം എന്ന പാതയിലുള്ളവൻ. ഫയജിബു അലൈനാ ഇത്തിബാഉഹു, ആ റസൂലിനെ പിൻപറ്റൽ നമുക്ക് നിർബന്ധമാണ്. വൽ വുഖൂഫു ഹൈഥു വഖഫ, റസൂൽ എവിടെയാണോ നിലകൊണ്ടത് അവിടെ നിലകൊള്ളൽ നമുക്ക് നിർബന്ധമാണ്. അതിനപ്പുറം പോകാൻ പാടില്ല. ഏത് വിഷയത്തിലും റസൂൽ എന്താണോ കാണിച്ചെന്നത് അവിടെ നിൽക്കണം. വസ്സുകൂതു അൻഹ അമ്മാ അൻഹു സകത, എന്തിനെ സംബന്ധിച്ചാണോ റസൂൽ മൗനം പാലിച്ചത് അവിടെ നാം മൗനികളാകണം, മിണ്ടാതിരിക്കണം. അപ്പോൾ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മാതൃക, ആ റസൂലിൻ്റെ ജീവിതമായിരിക്കണം, ആ റസൂലിൻ്റെ മാർഗമായിരിക്കണം നമ്മുടെ ജീവിതം, നമ്മുടെ ദീൻ. അങ്ങനെ അനുസരിച്ച് ഒരാൾ ജീവിക്കാൻ തീരുമാനിച്ചാൽ അവൻ സിറാത്തുൽ മുസ്തഖീമിലേക്ക് പ്രവേശിച്ചവനായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിനെ സ്വീകരിച്ച്
സിറാത്തുൽ മുസ്തഖീം എന്ന ഈ നേരായ പാതയിൽ അനുസരിച്ച് മുന്നോട്ട് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പഠിച്ചതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും കുടുംബത്തെ പഠിപ്പിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.